സുഹൃത്തുക്കളെ, നമ്മൾ സ്നാപ്പ് കണ്ടിന്യൂ ആണ്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു ദൗത്യമാണത്. 101 സ്നാപ്പുകളാണ്. ഇന്ന് വളരെ ആക്ഷേപഹാസ്യത്തിൽ കവിത എഴുതുന്ന ശ്രീജിത്ത് അരിയല്ലൂർ കടപ്പി എന്നുള്ള പുസ്തകമാണ്. ഇഷ്ടകവിതയുടെ അന്ന് എനിക്ക് എഴുതി തന്നതാണ്, സിഗ്നേച്ചർ ചെയ്ത് തന്ന പുസ്തകമാണ് കടപ്പി. ഇതാണ് ശ്രീജിത്ത് അരിയല്ലൂർ. ശ്രീജിത്ത് അരിയല്ലൂരിന്റെ ഏറ്റവും കുറുക്കിക്കൊള്ളുന്ന സാമൂഹ്യ വിമർശനമൊക്കെ നല്ല ആറ്റിക്കുറുക്കി വജ്രസമാനമായിട്ട് കവിതകൾ എഴുതുന്ന ഒരു കക്ഷിയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ 10-20ഓളം കവിതകളാണ്, നല്ല പ്രചോദനമുള്ള കവിതകളാണ്. നമ്മുടെ ദൗത്യം നമുക്കറിയാലോ, ഈ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം, ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങൾ, യുദ്ധവിരുദ്ധ സമരങ്ങൾ, അതേസമയത്ത് തന്നെ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന അവസ്ഥ, ജനാധിപത്യ മൂല്യബോധത്തെ, മനുഷ്യത്വത്തെ മുറുകെ പിടിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ദൗത്യം പോകുന്നത്. ഇതിൽ പറയുന്ന പോലെ 101 കടന്നു പോകും. ലാഭം സ്നാപ്പ് നമ്പർ 1631 ലാഭം ശ്രീജിത്ത് അരിയല്ലൂരിന്റെ ഈ സമാഹാരമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്കെന്താണ് ലാഭം? കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്കെന്താണ് ലാഭം? ഘടികാരങ്ങളിൽ ഉള്ളതിനേക്കാൾ ഒരു നിമിഷം അതെന്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. ഘടികാരങ്ങളിൽ ഉള്ളതിനേക്കാൾ ഒരു നിമിഷം അതെന്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്ക് എന്താണ് ലാഭം? ചോദ്യം സമൂഹത്തിന്റെ കവിത്വമില്ലാത്തവരുടെ, വിമോചന സ്വപ്നങ്ങളില്ലാത്തവരുടെ ചോദ്യമാണ്. എന്ത് ലാഭം? ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതെന്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെന്നെ അനശ്വരതയിലേക്ക് എടുത്തെറിയുന്നു. സ്നാപ്പ് നമ്പർ 1631 കഴിഞ്ഞു. നമ്മൾ അടുത്തേക്ക് കിടക്കാണ്. വള്ളി 2 വരിയുള്ളൂ. 1632 സ്നാപ്പാണ്. വള്ളി എന്താ? ശ്രീജിത്ത് അരിയല്ലൂരിന്റെ കവിതകളിലൂടെ നമ്മൾ പോകുകയാണ്. പടർത്തി വിടുമ്പോൾ കരുതിയില്ല, ആകെ മൂടി ശ്വാസം മുട്ടിക്കുമെന്ന്. എങ്ങനെ വേണേ വ്യാഖ്യാനിക്കാം ഈ വള്ളിയെ. പടർത്തി വിടുമ്പോൾ കരുതിയില്ല, ആകെ മൂടി ശ്വാസം മുട്ടിക്കുമെന്ന്. വള്ളി. ഓക്കെ. സ്നാപ്പ് നമ്പർ 1633 നനവ്. ചെറിയൊരു കവിതയാണ് നനവ്. നോക്കാം. പായയിൽ മൂത്രമൊഴിച്ചിരുന്ന ആ കുഞ്ഞു തന്നെ പായയിൽ മൂത്രമൊഴിക്കുന്ന വൃദ്ധനായിരിക്കുന്നു. പായയിൽ മൂത്രമൊഴിച്ചിരുന്ന ആ കുഞ്ഞു തന്നെ പായയിൽ മൂത്രമൊഴിക്കുന്ന വൃദ്ധനായിരിക്കുന്നു. പരിണാമത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള നനവുകൊണ്ട് ഇത്രയും കാലത്തെ മുതിർച്ചയെ പുതർത്തിക്കളയുന്നു. പരിണാമത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള നനവുകൊണ്ട് ഇത്രയും കാലത്തെ മുതിർച്ചയെ പുതർത്തിക്കളയുന്നു. 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 മുതിർച്ചയെ പുതർത്തിക്കളയുന്നു. 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 സ്നാപ്പ് നമ്പർ 1633 ശ്രീജിത്ത് അരിയല്ലൂരിന്റെ കടപ്പിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ്. സ്നാപ്പ് നമ്പർ 1634 കുരു. കുരു കുരു ഇതാണ് കവിത. കുരു. നോക്കാം. ഓറഞ്ച് തിന്നുമ്പോൾ കുരുവുണ്ടായിരുന്നില്ലെങ്കിൽ എത്ര സുഖമായിരുന്നു എന്ന് കരുതി. ഇച്ചിരി കയ്പ് വരും.
കുരു കടിച്ചാൽ. ഓറഞ്ച് തിന്നുമ്പോൾ കുരു ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര സുഖമായിരുന്നെന്ന് കരുതി. അയ്യോ, കുരുവില്ലെങ്കിൽ പിന്നെങ്ങനെ ഓറഞ്ച് ഉണ്ടാവുമെന്ന് ആലോചിച്ച് വിഷമമായി. കുരുവില്ലെങ്കിൽ പിന്നെങ്ങനെ ഓറഞ്ച് ഉണ്ടാവുമെന്ന് ആലോചിച്ച് വിഷമമായി. ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. അവിടെയാണ് അതിന്റെ ദർശനം. ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. ഓക്കെ. സ്നാപ്പ് നമ്പർ 1635. ഇല. ശ്രീജിത്ത് അരിയലൂരിന്റെ കടപ്പിയിൽ നിന്നാണ് ഈ കവിതകൾ വരുന്നത്. ഇല ശരി വലുപ്പമുള്ളതാണ്, നോക്കാം. ഒരില കൊഴിഞ്ഞുവെന്നേ എല്ലാവരും കരുതിയുള്ളൂ. ഇല്ലാത്ത ഊർജത്തിൽ അത് ഇത്രയും നാൾ പിടിച്ചു നിന്നത് എങ്ങനെയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. വേനലിലോ മഴയിലോ മഞ്ഞിലോ നിശ്വാസത്തിലോ ഒരു നൂൽവാലൻ തുമ്പിയിരുന്നാൽ പോലും കൊഴിയുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചില്ല. അത്രയേ കരുതലുള്ളൂ ആരെയും ഈ ലോകത്തിന്. അത്രയേ കരുതലുള്ളൂ ആരെയും ഈ ലോകത്തിന്. ഒരിലയല്ല 1000 ഇലകൾ വീഴുന്നു ഓരോരോ നിമിഷത്തിലും ഈ പ്രപഞ്ചത്തിൽ. ഒരിലയല്ല 1000 ഇലകൾ വീഴുന്നു ഓരോരോ നിമിഷത്തിലും ഈ പ്രപഞ്ചത്തിൽ. ശുഭോന്തരാളി വരുന്നത്. പുസ്തകത്താളിൽ ഏതോ കുഞ്ഞ് കാത്തുവെക്കും വരെ കരിയിലകൾ എന്ന പോലെ ആരെങ്കിലും ഒരു പ്രഭാതത്തിൽ അടിച്ചു കൂട്ടി കത്തിക്കും വരെ നമ്മളതിനെ ശ്രദ്ധിക്കുന്നേയില്ല. ഒരു കരിയിലക്കിളി മാത്രം അത്രയും കാലം കൂടൊരുക്കിയ മരത്തിന്റെ ഇല എന്ന പോലെ ഓർമ്മയിൽ നിന്നും വീണ്ടും അതിനെ കണ്ടെടുത്ത് മറ്റൊരു കൂടൊരുക്കും. ഒരു കരിയിലക്കിളി മാത്രം അത്രയും കാലം കൂടൊരുക്കിയ മരത്തിന്റെ ഇല എന്ന പോലെ ഓർമ്മയിൽ നിന്നും വീണ്ടും അതിനെ കണ്ടെടുത്ത് മറ്റൊരു കൂടൊരുക്കുന്നു. അത് അന്നേ വരെ വിശ്വസിച്ചു ശ്വസിച്ച വിഷവാതകങ്ങളെ വലിച്ചെടുത്ത് വീണ്ടും ആർക്കൊക്കെയോ വേണ്ടി ശുദ്ധമായി പുറത്തേക്ക് വിട്ട് ആരുടെയൊക്കെയോ ജീവനിൽ പടരാൻ ശ്രമിക്കുന്നു. ഒരു വൃദ്ധജന്മത്തിന്റെ കൺപോള വീണ്ടും തുടിക്കുന്നു. ഒരു മടക്ക ടിക്കറ്റ് ആരോ ഭൂമിയുടെ കോണിൽ നിന്നും ആശ്വാസത്തിന്റെ നെടുവീർപ്പോടെ ക്യാൻസൽ ചെയ്യുന്നു. ലോകം അതിനെ പ്രതീക്ഷാപൂർവം വീണ്ടും വീണ്ടും നോക്കിയിരിക്കും. ഒരു വൃദ്ധജന്മത്തിന്റെ കൺപോള വീണ്ടും തുടിക്കുന്നു. ഒരു മടക്ക ടിക്കറ്റ് ആരോ ഭൂമിയുടെ കോണിൽ നിന്നും ആശ്വാസത്തിന്റെ നെടുവീർപ്പോടെ ക്യാൻസൽ ചെയ്യുന്നു. ലോകം അതിനെ പ്രതീക്ഷാപൂർവം വീണ്ടും വീണ്ടും നോക്കിയിരിക്കും. കടപ്പയിലാണ് ഇല. സ്നാപ്പ് നമ്പർ 1635. സ്നാപ്പ് നമ്പർ 1636. ചോര. ചോദിച്ചറിഞ്ഞപ്പോൾ ആർക്കും പങ്കില്ലാത്ത ചോരയാണ് ഭൂമിയിൽ മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ചറിഞ്ഞപ്പോൾ ആർക്കും പങ്കില്ലാത്ത ചോരയാണ് ഭൂമിയിൽ മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ചോരയെ പ്രതിയാക്കി എല്ലാവരും ഒരുമിച്ച് കൈ കഴുകി. കവിത കഴിഞ്ഞു. പക്ഷെ ഇവിടുന്ന് നമ്മൾ കൈ കഴുകലിലേക്ക് പോകുമ്പോൾ ബിബ്ലിക്കലി നമ്മൾ പിലാത്തോസിന്റെ മുമ്പിലെത്തും. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൈസ്റ്റിനെ കൊല്ലാൻ കൊണ്ടുപോയി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എല്ലാവരും ഒരുമിച്ച് കൈ കഴുകി. ഏതിൽ? ഒടുവിൽ ചോരയെ പ്രതിയാക്കി എല്ലാവരും ഒരുമിച്ച് കൈ കഴുകി. ഇതാണ് അതിന്റെ ആക്ഷേപഹാസ്യം. സ്നാപ്പ് നമ്പർ 1637. കേക്ക്.
ചെറിയ കവിതയാണ്, നോക്കാം. പിറന്നാളല്ലേ, കേക്ക് വാങ്ങാമെന്ന് എല്ലാവരും പറഞ്ഞു. കേക്ക് വാങ്ങണം കേട്ടോ. കാശില്ല, കാശില്ല. കേക്കാത്ത പോലെയിരുന്നു. കേക്കാത്ത പോലെയിരുന്നു. മുറിച്ചില്ലെങ്കിലും വേദനിക്കുമെന്ന് ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പിറന്നാളല്ലേ, കേക്ക് വാങ്ങാമെന്ന് എല്ലാവരും പറഞ്ഞു. ആശില്ല, കേൾക്കാത്ത പോലെയിരുന്നു. മുറിച്ചില്ലെങ്കിലും വേദനിക്കുമെന്ന് ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? സ്നാപ്പ് നമ്പർ 1638. ചിലർ വിളിക്കുമ്പോൾ അച്ഛൻ ദിവസവും 4-5 തവണ ഫോണിൽ വിളിക്കും. എവിടെയാ, എപ്പോൾ എത്തും, എന്താ അവസ്ഥ എന്ന് ചോദിക്കും. അമ്മയും മരിക്കും വരെ ചോദിക്കുമായിരുന്നു, എവിടെ എത്തി എന്ന്. എവിടെ എത്താൻ, തുടങ്ങിയിടത്ത് അല്ല. തുടങ്ങിയിടത്തല്ല, കുറെ മുന്നോട്ട് പോയി. വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായോ? തടസ്സം ഒരു വിഷയമല്ലല്ലോ. പോരാളികൾ എല്ലാ തടസ്സങ്ങളെയും മറികടക്കും. വീണുപോയവർ അതിനേക്കാൾ നൂറ്റാണ്ടുകളെ അതിജീവിക്കും. തടസ്സം ഒരു വിഷയമല്ലല്ലോ. പോരാളികൾ എല്ലാ തടസ്സങ്ങളെയും മറികടക്കും. വീണുപോയവർ അതിനേക്കാൾ നൂറ്റാണ്ടുകളെ അതിജീവിക്കും. അതാണ് ആകെ കൂടിയുള്ള പ്രതീക്ഷ. അതാണ് ഇപ്പൊ ഡൽഹിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കവിത വീണ്ടും തുടരുകയാണ്. അതിൽ തന്നെ നൂറ്റാണ്ടുകൾ അതിജീവിക്കും. കവിതയോ പ്രഭാഷണമോ സംഘാടനമോ വേദിയോ സമരമോ പങ്കാളിക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു വിഷയമല്ല. നാളേക്കില്ലാത്ത തക്കാളിയോ ഉള്ളിയോ മുളകോ 1 കിലോ മീനോ ഇറച്ചിയോ 1 പാക്കറ്റ് പാലോ ആണ് പങ്കാളിയുടെ ചിന്ത എന്ന് കരുതരുത്. പെട്ടെന്ന് ആ ഒരു ചോദ്യം, അല്ല വരുമ്പോ തലയുണ്ടാകുമോ? അതാണ് കാലം. നാളേക്കുള്ള 4 വര കോപ്പിയോ റബ്ബറോ പെൻസിലോ മുടിക്കിടാനുള്ള ബണ്ണോ ഒരു നാപ്കിനോ ആണോ മക്കളുടെ വിഷയം? അല്ല. നാളെയും ഇങ്ങനെ ഒരു കവിത എഴുതാൻ ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് അതിജീവിപ്പിക്കുന്നത്. 500-1000 ഗൂഗിൾ പേ ചെയ്യാമോ? വീട്ടിൽ സാധനം വല്ലതും ബാക്കിയുണ്ടോ എന്നതാവും സുഹൃത്തുക്കളുടെ ചോദ്യം. വല്ലരിക്കണ്ടടി സാധനം വല്ലരിക്കണ്ടടി. തൃശ്ശൂർ ഭാഷയിൽ ചില സഖാക്കൾ മാത്രം ചോദിക്കും, നമ്മളൊരു പൊതിച്ചോറ് തരാമോ, ഒരു കുപ്പി രക്തം തരാമോ, ഒരു ജീവൻ തരാമോ എന്ന്. അന്നു വരെ വിളിക്കാത്ത, ഉള്ളിൽ നിറയെ വെളിച്ചമുള്ള ആരോ ഒരാൾ മാത്രം ചോദിക്കും. അന്നുവരെ വിളിക്കാത്ത, ഉള്ളിൽ നിറയെ വെളിച്ചമുള്ള ആരോ ഒരാൾ മാത്രം ചോദിക്കും, നീ ഓക്കെ അല്ലേ? നീ ഓക്കേലടാ, നീ ഓക്കേലടാ എന്ന് ഒരു ചോദ്യം. നമ്മൾ ഓക്കെ ആയതുകൊണ്ടല്ലേ കവിത എഴുതുന്നത് എന്ന് മറുപടി പറയും. ഒന്നും അത്ര ഓക്കെ അല്ലാത്ത ചില കവികൾ അത് കേട്ട് കണ്ണ് നിറയെ ചിരിക്കും. അവനൊരു കവിത എഴുതുന്നു എന്നും. ഒന്നും അത്ര ഓക്കെ അല്ലാത്ത ചില കവികൾ അത് കേട്ട് കണ്ണ് നിറയെ ചിരിക്കും. കളിയാക്കി ചിരിക്കുക. കടപ്പിയിലെ സ്നാപ്പ് നമ്പർ 1639 കത്തി. നോക്കാം, 2-3 വരിയുള്ളൂ.
ഉറയിലിട്ട കത്തി ആരെയും ഭയപ്പെടുത്തുന്നില്ല, അയാളെയല്ലാതെ. ഉറയിലിട്ട കത്തി ആരെയും ഭയപ്പെടുത്തുന്നില്ല, അയാളെയല്ലാതെ. സ്നാപ്പ് നമ്പർ 1640. എനിക്ക് കാണേണ്ട. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മുകൾ നിലയിലെ കുളിമുറിയുടെ കുഞ്ഞു ജനലിലൂടെ ആകാശവും ഒരു തെങ്ങിൻ തലപ്പും കാണാം. രണ്ടു നേരം ഞാൻ അതിലൂടെ മേലോട്ട് നോക്കും. കാക്ക, പരുന്ത്, തത്ത, പന്മാൻ ഇവകളെ പലപ്പോഴായി കാണും. ഒരിക്കൽ ഒരു വിമാനം പോകുന്നത് കണ്ടു. നക്ഷത്രം വിറയ്ക്കുന്നതും കണ്ടു. മിന്നലിന്റെ വേര് താണിറങ്ങുന്നത് കണ്ടു. മേഘങ്ങൾ പതിയെ നീങ്ങുന്നത് കണ്ടു. വെയിലും മഴയും മഞ്ഞും പെയ്യുന്നത് കണ്ടു. ഇടയ്ക്ക് വിഷാദവും പ്രത്യാശയും ഉദിക്കുന്നത് കണ്ടു. അസ്തമയം എനിക്ക് കാണേണ്ട, അസ്തമയം എനിക്ക് കാണേണ്ട. വളരെ പെസിമിസ്റ്റിക് ആയ ഒരാൾക്ക് മാത്രമാണ് അസ്തമയം മാത്രം കണ്ടാൽ മതി എന്ന് പറയുള്ളൂ. ഇവിടെ ഓപ്റ്റിമിസ്റ്റിക് ആണ് കവി. ഇടയ്ക്ക് വിഷാദവും പ്രത്യാശയും ഉദിക്കുന്നത് കണ്ടു. ഒക്കെ എല്ലാം ഉണ്ട്. നാച്ചുറലിന്റെ എല്ലാ സ്പന്ദനങ്ങളും കാണുന്നു. അസ്തമയം എനിക്ക് കാണണ്ട എന്ന് പറയുന്നിടത്താണ് ആ കവിത എനിക്ക് കാണേണ്ട എന്ന് പറയുന്ന കവിത അവസാനിക്കുന്നത്. മഴയുടെ ശബ്ദം കയറി വരുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സ്നാപ്പ് നമ്പർ 1641. മതിൽ. ഇതാണ് മതിൽ. ചിഹ്നം തെളിഞ്ഞു നിന്നു, സ്ഥാനാർത്ഥി മാഞ്ഞുപോയി, മുദ്രാവാക്യം എന്നോ മറന്നുപോയി. മതിൽ. ചിഹ്നം തെളിഞ്ഞു നിന്നു, സ്ഥാനാർത്ഥി മാഞ്ഞുപോയി, മുദ്രാവാക്യം എന്നോ മറന്നുപോയി. അത്രേ ഉള്ളൂ. പാർലമെന്ററി ജനാധിപത്യവും അതിന് മത്സരയുക്തിയും ഒക്കെ ഇങ്ങനെയാ. മതിലുമൊന്ന് ചിഹ്നം മായാൻ കുറെ സമയം എടുക്കും. ബാക്കിയെല്ലാം എവിടെയോ പോയി കിട്ടി. ശ്രീജിത്ത് അരിയല്ലൂരിന്റെ കടപ്പയിലൂടെ പോവാണ്. 1442 സ്നേപ്പാണ്. കേല. രാത്രി ഉറങ്ങുന്നു കേലയൊലിപ്പിച്ച് നറുനിലാവ്. രാത്രി ഉറങ്ങുന്നു കേലയൊലിപ്പിച്ച് നറുനിലാവ്. ശ്രീജിത്ത് അരിയല്ലൂരിന്റെ കടപ്പിയാണ്. ചെറിയ ചാറ്റൽ മഴയുടെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. കടപ്പി. സ്നാപ്പ് നമ്പർ 1643 നമ്മൾ കടക്കുകയാണ്. അസൂയ. രണ്ടുപേരെയുള്ളൂ. നീ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ടാണ് മരം കൊത്തി എങ്ങോ പറന്നകന്നു. നീ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ടാണ് മരം കൊത്തി എങ്ങോ പറന്നകന്നത്. സ്നാപ്പ് നമ്പർ 1644. വെറുതെ. ചില്ലുടലുള്ള പെണ്ണിനുള്ളിൽ ട്യൂബിൽ കടലാസ് ചുരുട്ടി നമ്മുടെ പേരെഴുതി വെച്ചാലും അത് കളഞ്ഞു പോകും. ചില്ലുടലുള്ള പെണ്ണിനുള്ളിൽ ട്യൂബിൽ കടലാസ് ചുരുട്ടി നമ്മുടെ പേരെഴുതി വെച്ചാലും അത് കളഞ്ഞു പോകും. ചിലതൊക്കെ അങ്ങനെയാണ്. നഷ്ടപ്പെടാതിരിക്കാനുള്ള നിഷ്കളങ്കമായ വിഫല ശ്രമങ്ങൾ. നഷ്ടപ്പെടാതിരിക്കാനുള്ള നിഷ്കളങ്കമായ വിഫല ശ്രമങ്ങൾ. സ്നാപ്പ് നമ്പർ 1645. കടപ്പിയിലെ മറ്റ് രണ്ടു വരിയാണ്. നക്ഷത്രം. നീ നോക്കുന്നത് കണ്ടാണ് നക്ഷത്രം ഇങ്ങനെ തിളങ്ങുന്നത്. നീ നോക്കുന്നത് കണ്ടാണ് നക്ഷത്രം ഇങ്ങനെ തിളങ്ങുന്നത്. രണ്ടുപേര് നാച്ചറും മനുഷ്യനും ആ ഒരു ജൈവ ബന്ധമുണ്ടല്ലോ, രണ്ടുപേരിൽ ഒതുക്കിയിരിക്കുകയാണ്.
സ്നാപ്പ് നമ്പർ 1646 വരികയാണ്. പാറൽ. ഭൂമിയിൽ നിന്നും പറന്നു പോവാതിരിക്കാനായിരുന്നു പേപ്പർ വെയിറ്റ് പോലെ ശരീരത്തിന് മുകളിൽ ഈ തല വെച്ചിരുന്നത്. എന്നിട്ടും ഭൂമിയിൽ നിന്നും പറന്നു പോവാതിരിക്കാനായിരുന്നു പേപ്പർ വെയിറ്റ് പോലെ ശരീരത്തിന് മുകളിൽ ഈ തല വെച്ചിരുന്നത്. എന്നിട്ടും ബാക്കി കൂട്ടി വായിക്കണം. മനുഷ്യരാശി യുദ്ധവും വർഗീയ കലാപങ്ങളും ലോകഫാസിസവും പ്രകൃതി ദുരന്തവും ഒക്കെ ആയിട്ട് കൊണ്ടുപോവുകയാണ്. കടപ്പിയിലെ മറ്റൊരു കവിത അത്താണി. സ്നാപ്പ് നമ്പർ 1647. ഇടിഞ്ഞു വീണതാം പഴയൊരത്താണി പുതുക്കിടുന്നതാ പുതുതലമുറ. ഇടിഞ്ഞു വീണതാം പഴയൊരത്താണി പുതുക്കിടുന്നിതാ പുതുതലമുറ. പുതിയ വേനലിൽ തലച്ചുമടുമായി കടന്നു വന്നവർ കിതച്ചു നിന്നിടം. കഴുത്തു വേദന കുറച്ചിടുവാനായി കുളിരു തേടി ഈ തണലിൽ നിന്നിടം. മഴയിലെത്രയോ നനഞ്ഞു പോയവർ, മഞ്ഞിലെത്രയോ വേച്ചുപോയവർ, കടന്നു പോയൊരീ കാലമത്രയും പിടിച്ചു നിന്നതാം പഴയൊരത്താണി. മഴയിലെത്രയോ നനഞ്ഞു പോയവർ, മഞ്ഞിലെത്രയോ വേച്ചുപോയവർ, കടന്നു പോയൊരീ കാലമത്രയും പിടിച്ചു നിന്നതാം പഴയൊരത്താണി. തകർന്നു പോയതോ ഇരുണ്ട രാത്രിയിൽ അമർന്നു വീണിതാ പൊടിഞ്ഞ മണ്ണിലായി. തകർന്നു പോയതോ ഇരുണ്ട രാത്രിയിൽ അമർന്നു വീണിതാ പൊടിഞ്ഞ മണ്ണിലായി. പറഞ്ഞു കേട്ടതാം പഴങ്കഥകളിൽ, പറഞ്ഞു കേട്ടതാം പഴങ്കഥകളിൽ ഉയർന്നു നിന്നതാം പഴയൊരത്താണി. കാലമെത്രയോ കഴിഞ്ഞതിൽ പിന്നെ പടുത്തുയർത്തുന്നു പുതുതലമുറ. കാലമെത്രയോ കഴിഞ്ഞതിൽ പിന്നെ പടുത്തുയർത്തുന്നു പുതുതലമുറ. തലച്ചുമടുകൾ വരാതിരുന്നിടാം, തലച്ചുമടുകൾ വരാതിരുന്നിടാം, പക്ഷേ എങ്കിലും കടന്നു പോയോരാ കിതച്ച കാലത്തിൻ ഓർമ്മകൾക്കായി പടുത്തുയർത്തിടാം പുതിയൊരത്താണി. തലച്ചുമടുകൾ വരാതിരുന്നിടാം, പക്ഷേ എങ്കിലും കടന്നു പോയൊരാ കിതച്ച കാലത്തിൻ ഓർമ്മകൾക്കായി പടുത്തുയർത്തിടാം പുതിയൊരത്താണി. സമരങ്ങളുടെ പരമ്പരകൾ വരട്ടെ, അതെല്ലാം പുതുജീവൻ കൊടുത്ത് പുതിയ അത്താണികളായി മാറട്ടെ പുതുതലമുറയ്ക്ക്. ഫൈറ്റിംഗ് ഫോർ ദി പോസ്റ്റെരിറ്റി, വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത്. എന്തായാലും അതിഗംഭീര കവിതയാണത്. സ്നാപ്പ് നമ്പർ 1648 വരെയാണ്. ജഗ്ഗാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ചിറകുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത നിൽപ്പ്, ധ്യാനം. ജഗ്ഗേ. ചിറകുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത നിൽപ്പ്, ധ്യാനം. അകത്തുള്ള ശൂന്യതയിൽ ഇടയ്ക്ക് കരയെ അറിയുന്നു, ജലത്തിന്റെ നിറവിൽ കടലെന്ന ഓർമ്മയെ. നീന്താൻ അറിഞ്ഞിട്ടും ഉള്ളിലെ വെള്ളത്തിൽ എന്തു ചെയ്യാനാണ് ആർക്കും അറിയില്ല. ഉടലിലെ പെൻഗ്വിനെ, ജീവിതപ്പുറത്തെ ഈ ഏകാന്തതയെ, മിതോഷ്മണങ്ങളെ, അതിശൈത്യത്തെ. ഉടലിലെ പെൻഗ്വിനെ, ജീവിതപ്പുറത്തെ ഈ ഏകാന്തതയെ, മിതോഷ്മണങ്ങളെ, അതിശൈത്യത്തെ. വളരെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വജ്രം കടഞ്ഞെടുക്കുന്ന പോലെ ഒരു ജീവിത ദർശനം കടഞ്ഞെടുക്കുകയാണ് ജഗ്. സ്നാപ്പ് നമ്പർ 1649 എത്തുകയാണ് നമ്മൾ. കടുപ്പം. ശ്രീജിത്ത് അരിയലൂരിന്റെ കടപ്പിയിൽ നിന്ന് കടുപ്പം വരും. പെയ്തു തോർന്ന ഒരു മേഘക്കെട്ടിനെ കഫക്കെട്ടാക്കി
ഉള്ളിൽ സൂക്ഷിക്കുന്നതിന്റെ കടുത്ത പ്രണയം ആരറിയാൻ. പെയ്തു തോർന്ന ഒരു മേഘക്കെട്ടിന് കമക്കെട്ടാക്കി ഉള്ളിൽ സൂക്ഷിക്കുന്നതിന്റെ കടുത്ത പ്രണയം ആരറിയാൻ. സ്നാപ്പ് നമ്പർ 1650. ഇന്ന് മൊത്തത്തിൽ 21 സ്നാപ്പുകളാണ് ഈ പുസ്തകത്തിൽ നിന്ന്. കടപ്പിയെ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ മൂഡിൽ ചെയ്തു പോയത്. കടപ്പിയാണ് 1650. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മഴക്കാലത്തെ തിരയുടെ ശബ്ദം. കടലിന്റെ പുളിപ്പും ഈർപ്പവും മുഴക്കവും അനക്കവും എന്നെ വിട്ടുപോകുന്നതെങ്ങനെ. 2 ജലരാശികൾക്കിടയിൽ ഞാൻ കൈകാലിട്ടടിച്ചു. 7 സമുദ്രങ്ങളും ഞാൻ അന്നേ ആ കടലിൽ നനഞ്ഞു അറിഞ്ഞു. ചുഴിയും മലരിയും അടിയൊഴുക്കും ശാന്തതയും പൊട്ടിത്തെറിക്കുന്ന തിരമാലയും ഞാൻ എന്നിൽ എന്ന പോലെ നിന്നിലും അറിയുന്നു. നിന്നിലെ എന്ന പോലെ എന്നിലെ ആഴവും കണ്ടെടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിന്നിലെ എന്ന പോലെ എന്നിലെ ആഴവും കണ്ടെടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. മുത്തും പവിഴവും നൗകകളും തലയോട്ടികളും അസ്ഥികളും ധ്യാനത്തിലിരിക്കുന്ന നിന്റെ ഉള്ളറകളെ കരയിലിരുന്ന് ഞാൻ സ്വപ്നം കാണുന്നു. തിരമുറിച്ചുള്ള നീന്തലിൽ നീ എനിക്ക് കരുത്തു തന്നു. പരലുകളെയും കൊമ്പനെയും ഒരേപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. നിന്റെ ഉപ്പുകലർന്ന ഈറൻ കാറ്റിൽ തുരുമ്പിച്ചു പോയ കൊട്ടാരങ്ങളിൽ ഞങ്ങൾ മീനുണക്കും. നിന്റെ ഉപ്പുകലർന്ന ഈറൻ കാറ്റിൽ തുരുമ്പിച്ചു പോയ കൊട്ടാരങ്ങളിൽ ഞങ്ങൾ മീനുണക്കും. ഭൂമി മുഴുവൻ നീ മൂടും മുമ്പ് ഞാൻ ഈ കവിത എഴുതി തീർത്ത കടലാസ് കൊണ്ട് ഒരു കളിവഞ്ചി നിന്റെ ഒടുങ്ങാത്ത സ്നേഹത്തിരയിലിറക്കുന്നു. ഭൂമി മുഴുവൻ നീ മൂടും മുമ്പ് ഞാൻ ഈ കവിത എഴുതി തീർത്ത കടലാസ് കൊണ്ട് ഒരു കളിവഞ്ചി നിന്റെ ഒടുങ്ങാത്ത സ്നേഹത്തിരയിലിറക്കുന്നു. കടപ്പി എന്ന് പറയുന്നതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കടലോരത്തുള്ളവർ ചിലർ കളിയാക്കി വിളിക്കുന്ന പേരാണ് കടപ്പി. പക്ഷേ അവരുടെ ജീവിതം എത്ര ത്യാഗസമ്പന്നമാണ് എന്ന് 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് മുക്കുവർ നമുക്ക് കാണിച്ചു തന്നു. എത്ര ആത്മസമർപ്പണത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരെ കടപ്പി കടലോരത്തുള്ളവരെ കളിയാക്കി വിളിക്കും. കടപ്പിയല്ലേ നീ? കടലിനോട് നേരിടുന്ന മനുഷ്യൻ മരണത്തെ പുല്ലുപോലെ കാണും. സ്വന്തം മരണത്തെ, മറ്റുള്ളവരുടെ മരണത്തെ പുഷ്പം പോലെ നോവിക്കാതെ എങ്ങനെ സംരക്ഷിക്കണം എന്നും അവർ പഠിപ്പിക്കും. അതിഗംഭീര കവിതയാണ്. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കവിതയിലേക്കാണ് നമ്മൾ എത്തുന്നത്. കിടത്താതെ കൊണ്ടുപോണേ. കാലത്തിനോട് സംസാരിക്കുന്ന കവിതയാണ്. കിടത്താതെ കൊണ്ടുപോണേ, കിടത്താതെ കൊണ്ടുപോണേ എന്നതാണ് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന. രോഗമോ അപകടമോ ആക്രമണമോ ആവും ഒരാളെ കിടത്തുക. ആരാവും അവസാനം കൊണ്ടുപോകും? കാലമോ കാലനോ എന്ന് ചോദിച്ചാൽ ഞാൻ കാലത്തിന്റെ കൂടെ നിൽക്കും. കാലമോ കാലനോ എന്ന് ചോദിച്ചാൽ ഞാൻ കാലത്തിന്റെ കൂടെ നിൽക്കും. കാലം നാം മലിഞ്ഞു ചേർന്നതാണ്. കാലൻ നമ്മൾ ഭയക്കുന്ന കഥാപാത്രവും. കാലം നാം അലിഞ്ഞു ചേർന്നതാണ്. കാലൻ നമ്മൾ ഭയക്കുന്ന കഥാപാത്രവും. എത്ര മനുഷ്യർ മരിച്ചു, മണ്ണടിഞ്ഞു, എന്നിട്ടും ലോകം തുടരുന്നു. ഒരു മരണക്കരച്ചിലും ഒരു ജനനക്കരച്ചിലും നമ്മുടെ ലോകത്തെ പുതുക്കുന്നു. മരിച്ചവരാണ് മണ്ണാവുന്നത്. ഓരോ മണ്ണിലും സൂക്ഷിച്ചു നോക്കിയാൽ ഓരോരോ മനുഷ്യരെ കാണാം. പ്രകൃതിയിലുള്ളതെല്ലാം അതിലൊളിഞ്ഞിരിക്കും. മണ്ണായവരെ മറന്ന് മതിച്ചു നടക്കരുതെന്നു കരുതിയാവും രാവിലെ പടിയിൽ നിന്നും കുനിഞ്ഞു ഭൂമിയെ തൊട്ട് വന്ദിച്ചു വേണം തുടങ്ങാൻ എന്ന് ആരോ നമ്മെ പഠിപ്പിച്ചത്. റെസ്പെക്റ്റാണ്. പടിയില്ലാത്തവർ എന്ത് ചെയ്യും? അത് വേറെ കാര്യം.
മണ്ണിൽ കിടക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവരെ ചവിട്ടി നമ്മൾ ജീവിക്കുന്നു. കൊല്ലാതെ കൊന്നും ശവത്തിൽ കാറിത്തുപ്പിയും പുഷ്പചക്രം സമർപ്പിച്ചും നമ്മൾ തുടരും. കൊല്ലാതെ കൊന്നും ശവത്തിൽ കാറിത്തുപ്പിയും പുഷ്പചക്രം സമർപ്പിച്ചും നമ്മൾ തുടരും. കിടത്താതെ കൊണ്ടുപോണേ എന്ന പ്രാർത്ഥന ഒറ്റയ്ക്കാണെന്ന് എന്നോ തിരിച്ചറിഞ്ഞവരുടെ മുദ്രാവാക്യമാണ്. കിടത്താതെ കൊണ്ടുപോണേ എന്ന പ്രാർത്ഥന ഒറ്റയ്ക്കാണെന്ന് എന്നോ തിരിച്ചറിഞ്ഞവരുടെ മുദ്രാവാക്യമാണ്. നമ്മളതാദ്യം മുഴക്കാതെ ഒടുവിലേക്ക് നീട്ടിവെക്കുന്നു എന്ന് മാത്രം. നമ്മളതാദ്യം മുഴക്കാതെ ഒടുവിലേക്ക് നീട്ടിവെക്കുന്നു എന്ന് മാത്രം. വളരെ ദാർശനിക സ്വഭാവമുള്ള, എന്നാൽ ഒരുപാട് ആഹ്വാനങ്ങൾ തരുന്ന, ഒരുപാട് ജീവിത സ്പന്ദനങ്ങൾ തരുന്ന, അതിജീവനത്തിന്റെ ഒരുപാട് മർമ്മരങ്ങൾ തരുന്ന, ഗ്രാമർ സമവാക്യങ്ങൾ തരുന്ന, ചെറിയത് എന്നാൽ ചെറുതല്ല, വജ്രസമാനമായ കവിതകളാണ് ശ്രീജിത്ത് അരിയല്ലൂരിന്റെ. ഇന്ന് 21ഓളം ഈ കടപ്പി അങ്ങനെ തന്നെ അങ്ങ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ടൈം കയറിപ്പോ, ഇപ്പൊ തന്നെ കയറി പോകുന്നു. സ്നാപ്സ് ചക്കോടി അന്തിക്കാട്ടിലാണ് ഇതെല്ലാം ഉള്ളത്. തീർച്ചയായിട്ടും ബി വിത്ത് മീ, സപ്പോർട്ട് മീ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു അതേഴ്സ്. അഭിവാദ്യങ്ങൾ.